ഹായ്, ഞാൻ സലു. ഇന്ന് കാണിക്കുന്ന വീഡിയോ തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിയിലുള്ള സ്വപ്നചിത്ര നഴ്സറിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 ഏക്കറിലാണ് ഈ ഒരു നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. വിദേശത്തുള്ളതും അതുപോലെ നമ്മുടെ നാട്ടിലെ സുലഭമായിട്ട് കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സിൻ്റെയും തൈകൾ ഈ നഴ്സറിയിൽ അവൈലബിൾ ആണ്. സ്വപ്നചിത്ര നഴ്സറി 3 എണ്ണമാണ് ഉള്ളത്. അതിൽ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ നഴ്സറിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സ്വപ്നചിത്ര നഴ്സറിയുടെ ഓണറായ ഫിലിപ്പ് സാറാണ് നമുക്കിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ഏകദേശം 25 കൊല്ലം മുമ്പ് ഒരു നഴ്സറി എന്നുള്ള രീതിയിൽ ഇവിടെ ആന്തൂറിയവും ഓർക്കിഡും വിൽക്കുന്ന ഒരു നഴ്സറി ആയിട്ട് സ്വപ്നചിത്ര നഴ്സറി എന്നുള്ള പേരിൽ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 5-10 കൊല്ലത്തോളം ഈ പൂച്ചെടികൾ മാത്രം നമ്മൾ വിറ്റിരുന്നു. അന്ന് ഫ്രൂട്ട് പ്ലാന്റ്സ് കൊടുത്തിരുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് പലയിടത്തുനിന്നും വാങ്ങിയത് നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാം വെട്ടിക്കളയേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഇനിയുള്ളവർക്ക് നമ്മളിൽ നിന്നുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് കൊടുത്തിരുന്നില്ല. പിന്നീടാണ് ഒരു ഐഡിയ വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിരുന്ന കോശേരി മാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാവുകൾ നന്നായിട്ട് കായ്ക്കാനും തുടങ്ങി നല്ല റിസൾട്ട് കണ്ടു. അപ്പോൾ അതിൽ നിന്നുള്ള തൈകൾ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഇങ്ങനെ എല്ലാ ചെടികളും നട്ട് പരിപാലിച്ച് വളർത്തി നല്ല റിസൾട്ട് ആണെങ്കിൽ അതിൽ നിന്ന് തൈ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നു. അങ്ങനെ ഇവിടെ ധാരാളം ചെടികൾ വളർത്തി നോക്കി. കൊമ്പണക്കില്ലാത്ത മാവുകളും അതുപോലെ കംപ്ലൈൻറ്റുകൾ, പലതരത്തിലുള്ള ഗുണങ്ങൾ, ഓരോ ചെടിക്കും ഓരോ ഗുണങ്ങളുണ്ടല്ലോ. ആ ഗുണങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്ന ചെടികൾ നമ്മൾ വളർത്തിയിട്ട് തൈകൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന രീതി വന്നതോടുകൂടിയിട്ട് എല്ലാവർക്കും വളരെ താല്പര്യം തോന്നി. അപ്പോൾ അതിപ്പോൾ 1 2 3 നഴ്സറി വരെ ആയി. ഇവിടെ അടുത്തടുത്ത് തന്നെയാണ് 3 നഴ്സറി ഉണ്ട്. അപ്പോൾ അതുകൂടാതെ ഫ്രൂട്ട് പ്ലാന്റ്സിൽ പലതരം വെറൈറ്റികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പേസ് കുറവുള്ളവർ ഡ്രമ്മിലൊക്കെയാണല്ലോ വളർത്തുന്നത്, കണ്ടെയ്നറുകളിൽ വളർത്തുന്നു. അപ്പോൾ അതിന് പറ്റിയ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കരിമ്പോളപ്പുളി, സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നതിന് ബേസിക്കായിട്ട് പുളിയാണ് പ്രധാനമായിട്ടുള്ള രുചിയായിട്ട് വരിക. പക്ഷേ നമ്മുടെ അടുക്ക് പുളി വളരെ കുറഞ്ഞിട്ട് മധുരമുള്ള ഒരു നല്ല വെറൈറ്റി ഉണ്ട്. അതാകുമ്പോൾ ധാരാളം ഉണ്ടാവുന്നത് വേസ്റ്റ് ആവില്ല, എല്ലാവരും കഴിച്ചോളും. സ്റ്റാർ ഫ്രൂട്ടിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. വെയിറ്റ് ലോസിന് നല്ലതാണ്. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോള് ലോവർ സൈഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ പോലുള്ളവർക്ക് ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു വ്യത്യാസം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ വളരെ കുറച്ച് സ്പേസ് ഉള്ളിടത്ത് പോലും നമുക്കിത് നട്ടുപിടിപ്പിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇതിലെ ഓരോ ഫലങ്ങളും കഴിച്ചു വേണമെങ്കിലും നോക്കാം, അതിനുശേഷം വാങ്ങിക്കാം. മലേഷ്യൻ ചമ്പ എന്ന് പറയുന്ന ചമ്പയാണ്. റെഡാണ്, ക്രിസ്പിയാണ്, അതോടൊപ്പം തന്നെ സ്വീറ്റുമാണ്. സാധാരണ ചമ്പകൾ ഇത് സീഡ്ലെസ്സുമാണ്. സാധാരണ സീഡും ഉണ്ടാവും, ഞവന്നിരിക്കും, ക്രിസ്പി ആയിരിക്കില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് വളരെ ടേസ്റ്റുള്ള ഒരു നല്ല ഇനം ചമ്പയാണ്. മലേഷ്യൻ ചമ്പ എന്നാണ് ഞങ്ങൾ പറയാ. ഈ ചമ്പയിലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ കലവറയാണ്. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളിൻ്റെ ലെവല് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. HDL
കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂട്ടാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈകളിലും കാലുകളിലും ഒക്കെ വരുന്ന മസിൽ ക്രാംസിനെ ഹീൽ ചെയ്യാനായിട്ട് ഈ ജാമ്പയ്ക്ക് സാധിക്കുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഈ ഒരു ജാമ്പ. പിന്നെ സ്വീറ്റ് അമ്പഴം എന്ന് പറയുന്നത് ഇത് കുറ്റിച്ചെടിയായിട്ട് നിൽക്കുകയും ചെയ്യും. വലിയ മരമാവില്ല. അമ്പഴത്തിൻ്റെ തന്നെ ഒരു ഡ്വാർഫ് വെറൈറ്റിയാണ്. അത് നന്നായി പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം വരും. അതുവരെ പുളി വളരെ കുറവാണ്, നാരും വളരെ കുറവാണ്. അച്ചാറിടാനും അതുപോലെ കറി ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വർഷം മുഴുവനും കായ്ക്കുന്നു എന്നുള്ളൊരു പ്രത്യേക ഗുണമുണ്ട്. മറ്റത് സീസണിലാണല്ലോ സാധാരണ അമ്പഴം കായ്ക്കുന്നത്. സ്വീറ്റ് അമ്പഴത്തിനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളെ ഐസൈറ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ക്യൂർ ചെയ്യാനായിട്ട് ഇതിൻ്റെ അമ്പഴത്തിൻ്റെ ഇലകൾ തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശക്തി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ സ്വീറ്റ് അമ്പഴത്തിൻ്റെ ആണെങ്കിലും സാധാരണ പുളിയുള്ള അമ്പഴത്തിൻ്റെ ആണെങ്കിലും ഇലകൾ വളരെ നല്ലതാണ്. കുറ്റിക്കുരുമുളക് ഈ കുരുമുളക് വള്ളി മുകളിലേക്ക് കയറിയിട്ട് സൈഡിലേക്ക് വന്നിട്ടാണല്ലോ കായണ്ടാണ്. ആ സൈഡിലേക്ക് വരുന്നത് വേര് പിടിപ്പിച്ച് ചട്ടികളിലാക്കി വളർത്തുന്ന ഒരു രീതിയാണ് ഈ കുറ്റിക്കുരുമുളക് ചെടി എന്ന് പറയുന്നത്. അത് വീടുകളിൽ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് ആവശ്യം എല്ലാം അതുകൊണ്ട് നടത്താൻ പറ്റും. 2-3 ചട്ടി വെച്ചാൽ മതി. കുരുമുളകിലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളും ലെവൽ കുറയ്ക്കാൻ സഹായിക്കും. ഹൈ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സോണിയ മാവ് കൊലയായിട്ടാണ് കായ്ക്കുക. അത് വർഷം മുഴുവനും കായ്ച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ കുഞ്ഞ് മാങ്ങകൾ ഉണ്ടാകുന്നു. മൂത്തതുണ്ടാവും, പഴുത്തതുണ്ടാവും. അതുപോലെ പുതിയ തളിര് വന്നുകൊണ്ടിരിക്കും. അതാണ് ആ മാവിൻ്റെ പ്രത്യേകത. തളിര് മൂത്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ പൂങ്കൊലയും വരും. തന്നെയല്ല, ഏത് സാഹചര്യത്തിലും മാങ്ങ പിടിക്കുക എന്നുള്ളൊരു ക്യാരക്ടറുണ്ട്. മറ്റേ മഴക്കാറ് കണ്ടു കഴിഞ്ഞാൽ സാധാരണ മാവൊക്കെ പൂ പൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ ഉരുകി താഴെ വീഴുക അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുണ്ട്. ഇത് അങ്ങനെയുള്ള സ്വഭാവങ്ങൾ വളരെ കുറവാണ്. പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ പുറന്തൊലി ശരിക്ക് പൊളിച്ച് കളയാം. പഴം തുറക്കുന്ന പോലെ തന്നെ തുറന്നിട്ട് നേരിട്ട് ഉപയോഗിക്കുകയോ ഉടച്ച് കഴിക്കുകയോ അതുപോലുള്ള ഇതെല്ലാം ചെയ്യാവുന്ന ഒരു നല്ല വെറൈറ്റിയാണ്. നീളം കൂടിയ മാങ്ങ കുളമ്പ് മാങ്ങയാണ്. കുളമ്പ് മാവ് എന്ന് പറയുന്നത് തന്നെ ഒരു ഗുണമുള്ളത് പുഴുക്കേട് ഒട്ടും തന്നെ വരാറില്ല. തീരെ കുറവേ വരുള്ളൂ. മിക്കവാറും എല്ലാ മാമ്പഴവും നമുക്ക് പഴമായിട്ട് തന്നെ കിട്ടും. ശരിക്ക് പഴുക്കുന്നതിന് മുമ്പ് താഴെ വരികയും ചെയ്യും, താഴെ വീഴും. അപ്പോൾ അത് മാങ്ങ പൂളിക്കഴിക്കാനായിട്ട് അന്ന് തന്നെ പൂളിക്കഴിക്കാനായിട്ട് ബഹുരസമാണ്. പിന്നെ ധാരാളം കായ്ക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കൊമ്പണക്ക് വളരെ കുറവാണ്. ഇത് 5 ഏക്കറിലാണ് ഈ ഒരു നേഴ്സറി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സൈഡും കവർ ചെയ്യാൻ സാധിച്ചില്ല. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കവർ ചെയ്യാൻ സാധിച്ചുള്ളൂ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ നേഴ്സറി സന്ദർശിക്കുക. കാരണം അത്രയേറെ ഉണ്ട് കാഴ്ചകൾ കാണാൻ. ഫിലോസാൻ മറ്റേ റംബുട്ടാൻ പഴം സാധാരണ എല്ലാവരും കഴിക്കാറുള്ളതാണ്. ധാരാളം ഇപ്പോൾ നാട്ടിലുണ്ട്. അതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള, അതിനേക്കാൾ ജ്യൂസിയാണ്, സ്വീറ്റുമാണ്. ഇതിൻ്റെ കുരു ഉൾപ്പെടെ കഴിക്കുകയും ചെയ്യാം. വേണമെങ്കിൽ കുരു കളഞ്ഞിട്ട് കഴിക്കാം, വേർപെടുത്താൻ പറ്റും. അല്ലെങ്കിൽ അത് ഉൾപ്പെടെ കഴിക്കാം. വലിപ്പവും കൂടുതലുണ്ട്. നല്ലൊരു വെറൈറ്റിയാണ്, നല്ല ഫ്രൂട്ടാണ് ഫിലോസാൻ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് പുല്ലാസാൻ. വെയിറ്റ് ലോസിനാണെങ്കിലും പിന്നെ അതുപോലെ ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാനായിട്ട്, അതുപോലെ സ്കിൻ ഹെയറിൻ്റെയൊക്കെ കെയറിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ് ഈ ഒരു ഫ്രൂട്ട്. റംബുട്ടാൻ പൂത്ത് നിൽക്കുന്ന ഭാഗമാണ് കാണുന്നത്. ഇത് സ്വാഭാവികമായിട്ടും നിറയെ കായ്ക്കുകയും കുഞ്ഞു കുരുവായിരിക്കും. ഒരു പെൻസിലിൻ്റെ വണ്ണം പോലും കുരുവിനുണ്ടാവില്ല. അത് കുരു വായിലിട്ട് തന്നെ വേർപെടുത്തുകയും ചെയ്യാം. എന്നിട്ട് കുരു ഉൾപ്പെടെ കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ കുരു തുപ്പിക്കളഞ്ഞിട്ട് കഴിക്കാവുന്നതാണ്. നല്ല മധുരമുണ്ട്, നല്ല വെറൈറ്റിയാണ്, ധാരാളം കായ്ക്കുകയും ചെയ്യും.
റംബൂട്ടാനിലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. കണ്ണിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ്. കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് വളരെ സഹായിക്കും. അതുപോലെ കൊളസ്ട്രോളിൻ്റെ ബാഡ് കൊളസ്ട്രോളിൻ്റെ ലെവല് കുറയ്ക്കാൻ സഹായിക്കും. അനിമിക് ആയിട്ടുള്ള പേഷ്യൻസിന് വളരെ നല്ലതാണ് റംബൂട്ടാൻ്റെ ഫ്രൂട്ട്. ഇത് വൈറ്റ് ഞാവലാണ്. വൈറ്റ് ഞാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞാവൽ ബ്ലാക്ക് കളറിലായിരിക്കും, വലിയ മരം ആയിട്ടാണ് കായ്ക്കുക. പക്ഷേ വൈറ്റ് ഞാവൽ കുറ്റിച്ചെടിയായിട്ട് നിന്ന് കായ്ക്കുകയും ചെയ്യും. പെട്ടെന്ന് ഒരു വർഷത്തിനകം കായ്ക്കും. സാധാരണ ഞാവൽ 6 കൊല്ലം 7 കൊല്ലം എടുത്തല്ലേ കായ്ക്കുള്ളൂ. ഇത് വൈറ്റ് അഥവാ ട്രാൻസ്പെറൻറ്റ് ഐസ് ക്യൂബ്സ് പോലുള്ള ഓവൽ ഷേപ്പിലുള്ള പഴമാണ്. മറ്റ് ഞാവലുകളെ അപേക്ഷിച്ച് ഏറ്റവും ടേസ്റ്റിയാണ്. തെങ്ങിൻ്റെ ഗംഗാഭാണ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഇത് ധാരാളം നമ്മുടെ നാട്ടിൽ കായ്ക്കുകയും ചെയ്യും. രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. ഒട്ടും രോഗം വരില്ല, അല്ലെങ്കിൽ ചെല്ലി കുത്തില്ല എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷേ പ്രതിരോധം ഏറ്റവും കൂടുതലാണ്. വലിയ തേങ്ങയാണ്, ധാരാളം കായ്ക്കുകയും ചെയ്യും. മിൽക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നൊരു പഴമാണ്. ഇത് കരിക്കും പഞ്ചസാരയും അല്പം പാലും ചേർത്തിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന് വരിക. അത് സ്പൂൺ ഉപയോഗിച്ച് ഉടച്ചിട്ട് കോരിക്കഴിക്കുന്ന രീതിയിൽ അതിനകത്ത് നല്ല ഒരു ക്രീമി ഫീൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു പഴമാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പഴമാണത്. ഇതിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്. റെഡ് ഉണ്ട്, ഇത് ഗ്രീനാണ്. റെഡും ഉണ്ട്, ജയൻ്റ് ഉണ്ട്, അങ്ങനെ പലതരമുണ്ട്. ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ്. ധാരാളം പഴം ഉണ്ടാവും. അത് നാരങ്ങ വെള്ളം കൂട്ടാനായിട്ടാണ് ഉപയോഗിക്കുക. ഓറഞ്ചിൻ്റെ ഫ്ലേവറും വരും. അതേസമയത്ത് അല്പം ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് നാരങ്ങ വെള്ളം കൂട്ടി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ്. ഫ്രൂട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നല്ല പുളിയാണ്, കഠിനമായ പുളിയാണ്. പക്ഷേ നാരങ്ങ വെള്ളത്തിന് ബെസ്റ്റാണ്. ഇവിടെ ഒരുപാട് നല്ല ഇനം പേര തൈകൾ കിട്ടും. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാം. അതുപോലെ തന്നെ പേരയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിലും അല്ലെ ഡയബറ്റിക്സ് പേഷ്യൻസിന്, ബ്ലഡ് ഷുഗർ ഒരുപാട് ഹയറിൽ നിൽക്കുന്നവർക്കും ഒക്കെ നല്ലതാണ് പേര. അതുപോലെ ഡെൻ്റൽ കെയറിന്, വെയ്റ്റ് ലോസിന്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിന് ഒക്കെ നല്ലതാണ് പേര. അപ്പം നമ്മളുടെയൊക്കെ വീടുകളിൽ ഒരു നല്ല ഇനം പേര ഒരുപാടങ്ങ് പൊങ്ങിപ്പോകാതെ നമ്മുടെ ഉള്ള സ്ഥലത്ത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. സപ്പോർട്ടയുടെ നല്ല തൈകൾ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ 150 റുപ്പീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല തൈകൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. സപ്പോർട്ടയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കുവാണെങ്കിൽ ഇംപ്രൂവ്സ് ഐസൈറ്റ്, കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇംപ്രൂവ്സ് ദ ബോൺ ക്വാളിറ്റി, നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് നമ്മുടെ എല്ലുകൾക്കൊക്കെ. അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ്. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കൊക്കെ ഈ സപ്പോർട്ടയുടെ ഫ്രൂട്ട് കഴിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ കാലത്ത് പ്ലാവിൽ ഒരുപാട് പൊക്കത്തിൽ ചക്ക കായ്ച്ചു നിന്ന് കഴിഞ്ഞാലും അത് മുറിച്ചെടുക്കാനുള്ള പ്രയാസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് വിയറ്റ്നാമിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസിലുള്ള ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള പ്ലാവുകളുണ്ട്. അതിൽ ഒരെണ്ണമാണ് വളരെ കുറച്ച് സ്പേസിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് 1 കൊല്ലം കൊണ്ട് തന്നെ കായ്ച്ചു കിട്ടുന്ന പ്ലാവാണിത്. വളരെ കുറച്ച് സ്പേസ് മതി എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല വലുപ്പമുള്ള ചക്കയുമാണ്. നമുക്ക് ഫിലിപ്പ് സാറിനോട് തന്നെ ചോദിക്കാം എത്ര വെറൈറ്റീസിലുള്ള പ്ലാന്റ്സ് ഉണ്ടെന്ന്. ഇപ്പോൾ മാവ് തന്നെ 65 തരമുണ്ട്. പിന്നെ പ്ലാവ് ഒരു 20ഓളം വെറൈറ്റി ഉണ്ടാവും. സപ്പോട്ട 10 തരമുണ്ട്. ചാമ്പ 12 തരമുണ്ട്. അതിൽ തന്നെ നല്ല വെറൈറ്റികൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് കൊടുക്കുകയും ചെയ്യുള്ളൂ. മൂട്ടി 7 തരം, ലെമൺ ആൻഡ് ലൈംസ് 10 തരം, പേര 15 തരം, അനോന ആത്തകൾ 10 തരമുണ്ട്, റംബുട്ടാൻ പലതരമുണ്ട്, ഞാവൽ പലതരമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട്. അച്ചാച്ചെറു, ജബോട്ടിക്കാബ, ലോങ്കൻ,
സ്വീറ്റ് ലൂവി, കസ്റ്റർഡ് ആപ്പിള്, കെപ്പൽ, അതുപോലുള്ള എല്ലാം ഡ്രമ്മിൽ നടാവുന്നതാണ്. ഇതെല്ലാം ഹണി സോർസോപ്പ്, മുള്ളാത്ത, ബറാബ, ബാക്കുപ്പാരി, മാംഗോസ്റ്റിൻ, അതുപോലെ ഇസ്രായേൽ അത്തി, മിൽക്ക് ഫ്രൂട്ട് പലതരം. മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയും പാൽപ്പഴം, ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട് എന്നും പറയും. പിന്നെ കാരംബോള, മധുരമുള്ളത്, അങ്ങനെയുള്ള കുറേ സംഗതികൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഓരോ ഫ്രൂട്ട്സിൻ്റെയും ഹെൽത്ത് ബെനിഫിറ്റ്സ് മനസ്സിലാക്കാം. അപ്പം മനസ്സിലാക്കും തോറും നമുക്ക് ഓരോ ചെടികളും നമ്മളുടെ കുറച്ച് സ്ഥലത്താണെങ്കിലും നമുക്ക് വലിയ ഡ്രമ്മുകളിലും കണ്ടെയ്നറിലും ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പാകത്തിനുള്ള തൈകളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. വിഷരഹിതമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ സേഫായിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ പോയി നമ്മളുടെ കായ്ഫലങ്ങൾ കഴിക്കുക എന്നത് ഏറ്റവും നല്ല ഒരു പ്രാക്ടീസായിട്ട് നോക്കുക.